അങ്ങനെ നമ്മൾ ചിക്ക്മാംഗ്ലൂർ എത്തി. ഇങ്ങോട്ടുള്ള റോഡൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. കാരണം നമ്മളൊരു ഗ്രാമത്തിൽ കുടുങ്ങി. നമ്മുടെ റൂമിലേക്കുള്ള വഴിയാണിത്. എൻ്റെ അമ്മേ. ഡേ 3. അപ്പം നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. ഓ പോരുന്നില്ലേ? ചെറല് ആയി. നല്ല ക്ലൈമറ്റാണല്ലോ അവിടെ. അയ്യോ, ഇവിടെ എന്താ ഫുള്ള് വെള്ളമാണല്ലോ. ഈശ്വര, അടിച്ച ജയിലോ പോവോ. നമ്മളിപ്പോഴുള്ള ഗാന്ധിക്കോട്ട് തന്നെയാണ്. ഇതാണ് ആ ഫോട്ടോ കേട്ടോ. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്, ഒരു 500 മീറ്ററോളം നടക്കാനുണ്ട് നമുക്ക് ആ വ്യൂ പോയിന്റ് ഒക്കെ കാണണമെങ്കിൽ. ഓഹ്, വെള്ളം തെറിക്കും നോക്കി. ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ഇതൊന്നും മര്യാദയ്ക്ക് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഈ റൂട്ടല്ല, അതിൻ്റെ സൈഡിൽ അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇന്നലെ വൈകുന്നേരം നമ്മൾ പെട്ടെന്ന് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അർജൻറ്റ് ഊട്ടി പോകണം. ഇന്നലെ ഞങ്ങളൊരു 1.5 മണിക്കൂറോളം റെസ്റ്റ് എടുത്തു. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒട്ടുക്കത്തെ ചൂടാണ്. തിരിച്ചു പോകുമ്പോൾ അത്ര റിസ്ക് ഉണ്ടല്ലോ, കാരണം ചിക്ക്മാംഗ്ലൂരാണ് പോണത്. ചിക്ക്മാംഗ്ലൂരാകുമ്പോൾ വലിയ ചൂടുള്ള ഏരിയ അല്ല. ഇന്നലെ ഇവിടെ എത്താൻ നേരത്ത് ഭയങ്കര ചൂടുന്നുണ്ട്. ഞങ്ങൾ കുറേ നേരം സൈഡാക്കി ഒക്കെ സെറ്റാക്കിയിട്ടാണ് പിന്നെ പോകുന്നത്. ഇവിടെയൊക്കെ നല്ല റോഡാട്ടോ, അടിപൊളി റോഡ്, വീട്ടിലുള്ള റോഡ് കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ കാണട്ടെ പോലെ. ലോക്കൽ റോഡ് എന്ന് പറഞ്ഞാൽ ലോക്കൽ റോഡ്. ഇതിൽ ട്രംഫ് ടൈഗർ ഉണ്ട്, അവനല്ല സുഖം ഓടിക്കാൻ. എടി വേണ്ടിയാണ്. ഞങ്ങളൊക്കെ S1000RR ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരു ബീജായിട്ടുണ്ട് ഓടിച്ചത്. കാരണം അത്ര റിസ്ക് ആ റോഡിൽ ഓടിക്കാൻ. ഇവിടെ നല്ല റോഡാണ്, കിട്ടില്ല റോഡ്. 415 കിലോമീറ്റർ ഉണ്ട് നമുക്ക്. ഇപ്പോൾ സമയം 10 മണിയായില്ലേ. നമ്മൾ ഇറങ്ങാൻ കുറച്ച് ടൈം വൈകി. കാരണം അതിൽ Z800 ഇല്ല, അതിൻ്റെ ചെയിനിന് ചെറിയ കംപ്ലൈൻറ്റ് വന്നു. പിന്നെ ട്രംഫ് ടൈഗറിന് സ്റ്റാർട്ടിങ്ങിൻ്റെ റിലേക്ക് ചെറിയ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ആയപ്പോൾ ഇതിന് 10 മണിയായി. ഇപ്പോൾ പോയാൽ നമുക്ക് 7:30 ആകുമ്പോൾ അവിടെ എത്തും. 7:30 ആവട്ടെ അവിടെ എത്താം. പിന്നെ സൂപ്പർവൈസ് ആണ് നമ്മൾ ഇതിൽ പറയുന്നതിനാൽ കുറച്ചുകൂടി സ്പീഡ് പിടിക്കും. എന്തായാലും ഒരു 6 മണിക്ക് എന്തായാലും ആവും. പിന്നെ നമ്മളെ ഫുഡ് കഴിക്കലും എല്ലാം ആയിട്ട്. ടോൾ ഗേറ്റ്സ് 500 മീറ്റർ. ഓക്കെ, ടോള് പിന്നെ നമ്മളെ ബാധിക്കില്ല. നൈസ് റോട്ടിൽ മാത്രം ബൈക്കിന് ടോള് കൊടുത്തു. നമ്മളൊരു ഗ്രാമത്തിൽ കുടുങ്ങി. ഇവിടുന്ന് കുറേ അങ്ങോട്ട് പോകാൻ പറയും, അവിടുന്ന് യൂട്ടെടുത്ത് ഇങ്ങോട്ട് തന്നെ പോരാൻ പറയും. വീണ്ടും അങ്ങോട്ട് പോകും, അവിടുന്ന് യൂട്ടെടുത്ത് ഇങ്ങോട്ട് പോരും. കുറേ നേരം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കും. ഗൂഗിൾ മാപ്പ് പറ്റിച്ചതാണ്. ഇപ്പോൾ നമുക്കൊരു റൈറ്റ് വേ കിട്ടി. ഒന്നാമത് ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് ഗ്രാമമായതുകൊണ്ട് ഇവർക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല, തെലുങ്ക് മാത്രമേ അറിയുള്ളൂ. ഏവണ്ടി, ചെപ്പണ്ടി, ഏമണ്ടി അത് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. നമുക്കാണെങ്കിൽ അത് ഒരു ഐഡിയ പോലും ഇല്ല. തമിഴ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. പിന്നെ ബാംഗ്ലൂർ വർക്ക് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് കന്നഡയെ അറിയാം. അല്ലാതെ ഈ തെലുങ്ക് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത സാധനമാണ്. ഹിന്ദി അറിയില്ല അവർക്ക്. കാരണം ഇവരൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ കൃഷിക്കാരൻ. പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ. അപ്പോൾ ഇവരായിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ വളരെ ശെറ്റമേ. വീണ്ടും വഴി തെറ്റിയില്ല.
സമയം 12 മണി ആവാനായി. ഇപ്പോൾ നമ്മൾ കേരള അല്ല, കർണാടക ആന്ധ്ര അതിർത്തിയിലാണ്. അതിർത്തി എത്തിയിട്ടില്ല കേട്ടോ, കുറച്ചുകൂടെ പോകാനുണ്ട്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. കർണാടക എത്തിയിട്ട് ഫുഡ് കഴിക്കാം. കുറച്ചുള്ളൂ, ഇനി ഒരു 10-12 അത്രയൊക്കെ ഉള്ളൂ. അവർ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിർത്തിയതാ. ഇവിടെ ടാറ് പൂണ്ട് കൊണ്ട് കേട്ടോ. സ്റ്റാൻഡ് നോക്കിയേ, ഇപ്പോൾ വേഗം എടുത്തോളൂ വണ്ടി. ഇല്ല, പൂണ്ട് വന്നില്ലേ? ആ ഉണ്ട്. എൻജിനീയർ അഴിമതി നടത്തിയതാ. പോവാ, അവർ വരുന്നുണ്ട്, നമ്മൾ പോവാ. Let's go. അങ്ങനെ നമ്മൾ കർണാടക കയറി. ഇനി 156 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. സമയം ഏകദേശം 4 മണിയായി. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. ഇതുമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല, കാരണം ഫുള്ള് ഗ്രാമങ്ങളാണ്. നല്ലൊരു ഫുഡ് എവിടെയും കിട്ടാനില്ല. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കിടപ്പുണ്ട്. സിറ എന്ന് പറയുന്ന ടൗണുണ്ട്, സിറ. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറകശാല സിറ, അതാണ് അതിൻ്റെ പേര്. പെട്രോൾ അടിക്കാനുണ്ട്, കുറേ പണിയുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും ഒരു 6 മണി 7 മണിയാവും. നമ്മൾ വിചാരിച്ച ടൈമിലൊന്നും അവിടെ എത്താൻ പറ്റില്ല. ഒന്നാമത് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. നമുക്ക് ഹൈവേസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കൊരു 50, 60, 70 ആ ഒരു സ്പീഡിലേ പോകാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ മേലേക്കൊന്നും പോകണ്ടേ. ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ? പിന്നെ ഇതിൽ റാഷ് ഡ്രൈവിങ് അടിച്ചാൽ ചിലപ്പോൾ പണി കിട്ടും. കാരണം റോഡിൽ ഫുള്ള് നായ്ക്കൾ, പട്ടികൾ, പിന്നെ പശുക്കൾ, ഫുള്ള് അങ്ങനത്തെ സാധനങ്ങൾ. പശുക്കൾ പിന്നെയും കുറവുണ്ട്. പശുക്കൾ ആന്ധ്രയിലായിരുന്നു നല്ലോണം. ഇവിടെ നായ്ക്കളാണ്, നായ്ക്കൾ നല്ലോണം. പിന്നെ ചാപ്രീസ്. സമയം 6 മണിയായി. സൂര്യനൊക്കെ അസ്തമിക്കാറായിരിക്കുന്നു. നമ്മളവിടെ എത്തുമ്പോൾ എത്ര കിലോമീറ്റർ? ഇനി 141 കിലോമീറ്റർ ഉണ്ട്. നമ്മളവിടെ എത്തുമ്പോൾ ഇപ്പോൾ 9 മണിയാവും. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയായിരുന്നു. അവിടെ കുറച്ച് നേരം പോസ്റ്റായി. പിന്നെ എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചൊന്ന് ഫ്രഷായി ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ 1 മണിക്കൂർ അങ്ങനെ പോകും. അപ്പോൾ എന്താ വിചാരിച്ചേ? അപ്പോൾ ഇനി നമ്മളവിടെ എത്തണം 9 മണി. എൻ്റെ ആണെങ്കിൽ ബ്ലൂ ടിൻറ്റഡ് വൈസറാണ്. ഇതിപ്പോൾ സൂര്യ അസ്തമിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വൈസർ പൊക്കേണ്ടി വരും. ഒരു 30 കിലോമീറ്റർ കൂടെ വൈസറിട്ട് പോകാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് വൈസർ പൊക്കി വെക്കണം. പിന്നെ ഉള്ള പൊടിയോ ചളിയോ എല്ലാം കണ്ടിലാവും. ഞാൻ സ്പെക്ക് വെച്ചിട്ടുണ്ട്, എന്നാലും കണ്ടിലാവും. അപ്പോൾ ഏകദേശം 100 കിലോമീറ്റർ അങ്ങനെ ഓടിക്കണം. അപ്പോൾ ആലോചിക്കാൻ വയ്യ. പതിയെ പോവാം, അർജൻറ്റ് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇനി 140 കിലോമീറ്റർ ഉണ്ട്. നല്ല റോഡാണ്, കുഴപ്പമില്ലാത്ത റോഡാണ്. ഒരു 60 കിലോമീറ്ററോളം ഈ റോഡാണ്. NH-16 NH-69 പിന്നെ നോക്കാം അവിടുത്തെ അവസ്ഥ. അവിടെ നല്ല തണുപ്പാന്ന് പറഞ്ഞു. ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു. ഓ ഷിറ്റ്, എൻ്റെ ഹെൽമെറ്റിൽ എന്തോ പ്രാണി ഒന്ന് അടിച്ചു. തന്നെ വലിയൊരു പ്രാണി വന്നിട്ട് ഹെൽമെറ്റിൽ ഒറ്റ അടി ടക്ക്. വണ്ടിയുടെ കോൺസെപ്റ്റിന് കംപ്ലൈൻ്റ് അല്ല, നല്ല ലൂസാണ്. പിന്നെ ഏകദേശം 400 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടോ. 400 അല്ല, 300 സംതിങ് ഓടി. അതിനിടയ്ക്ക് കുറേ വഴിയൊക്കെ പിഴച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ ചുറ്റിക്കറങ്ങി. കണ്ടമാനം പ്രാണികളുണ്ട്. വൈസർ പൊക്കി ഞാൻ കുടുങ്ങിയത് തന്നെ. ഇതെല്ലാം നേരെ എൻ്റെ സ്പെക്കിലൊന്നടിക്കും, അല്ലെ എൻ്റെ കണ്ണിലൊന്നടിക്കും. ഇന്നലെ നമ്മൾ മറ്റേ ഗന്ധിക്കോട്ട എത്താറായപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി നിൽക്കുന്നു. ആകാശമൊക്കെ ഇങ്ങനെ മഞ്ഞ പിടിച്ചിട്ട്. അങ്ങനെ നമ്മൾ ചിക്ക്മാംഗ്ലൂർ എത്തി. കുറച്ച് പട്ടി ഷോ ഇടാം. ലെറ്റ്സ് മേക്ക് സം പട്ടി ഷോ. ഓക്കെ,
പിന്നെ കേട്ടോ ഞാൻ 2 പട്ടിഷോരട്ടെ. അങ്ങനെ നമ്മൾ ചിക്കമാംഗ്ലൂർ എത്തി. ഇങ്ങോട്ടുള്ള റോഡൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. കാരണം ഫുള്ള് പാറ്റകൾ, റോഡിൽ ഫുള്ള് പാറ്റ. നമ്മൾ ഹെഡ്ലൈറ്റിലേക്ക് ഇങ്ങനെ പാറി വരും. എൻ്റെ ആണെങ്കിൽ ഇറീഡിയം വൈസർ ആയതുകൊണ്ട് തന്നെ എനിക്കിത് താത്തിയിട്ട് പോകാൻ വയ്യ. കാരണം താത്തിയിട്ട് പോയാൽ കണ്ണാണില്ല, പൊക്കിയിട്ട് പോയാൽ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പാറ്റ കിട്ട് കയറി വരിക. പക്ഷെ എൻ്റെ അമ്മയെ അതൊക്കെ ഒരു കഷ്ടപ്പാട് തന്നെയായിരുന്നു ഇങ്ങോട്ട് എത്താൻ. അങ്ങനെ നമ്മൾ ഇന്ന് ടോട്ടൽ ഓടി 400 സംതിങ് ഓടി ഇങ്ങെത്തി. ഇനി വെറും 8.5 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ ഫുഡൊക്കെ വാങ്ങി. അവിടെ ഫുഡില്ല, നമ്മൾ റോഡും എല്ലാം തെറ്റിപ്പോകണല്ലോ. നമ്മുടെ റൂമിൽ ഫുഡില്ല. അപ്പം ഫുഡൊക്കെ ഇവിടെ നിന്ന് വാങ്ങി ഫുൾ സെറ്റാക്കി, പെട്രോളൊക്കെ അടിച്ചൊക്കെ സെറ്റാക്കി നമ്മൾ നേരെ റൂമിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു. ദെൻ നാളെ നമ്മൾ വ്യൂ പോയിൻറ്റുകളെല്ലാം കാണുന്നു. ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഒന്നും കാണാനില്ല ഇവിടെ, ഒക്കെ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. നമ്മൾ മെയിൻ നമ്മുടെ ഉദ്ദേശം ഇതാണ്. നമ്മുടെ മെയിൻ ഉദ്ദേശം റൈഡിങ്. ഇവിടെ ഒടുക്കത്തെ തണുപ്പാട്ടോ. ഇത് പൊളിച്ചു, സംഭവം പൊളിച്ചു. ഇവിടെ നല്ല തണുപ്പാണ്. ഇതുവരെ ഞങ്ങൾ റൈഡ് ചെയ്ത സ്ഥലങ്ങൾ മൊത്തം ചൂട് പിടിച്ച സ്ഥലങ്ങളായിരുന്നു. കിട്ടില്ല റെസ്റ്റോറൻറ്റും കിട്ടില്ല റിസോർട്ടൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു തന്നത് ഇതുവരെ ഞങ്ങൾ റൈഡ് ചെയ്ത് ഫുള്ള് ചൂടത്തായിരുന്നു. ഇവിടുത്തെ ഒരു തണുപ്പ് പൊന്നോ. 2 ദിവസം ഇവിടെ നിന്നിട്ട് പോകും. എന്നാ തണുപ്പാ. നമ്മുടെ റൂമിലേക്കുള്ള വഴിയാണിത്. എൻ്റെ അമ്മേ, പ്യുവർ ഓഫ് റോഡ്. ടൈഗറിനൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റും. നമ്മളെ കഷ്ടപ്പാടുകൾ. അയ്യോ. അങ്ങനെ നമ്മൾ എത്തി ഗായ്സ്, എത്തി.